എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി PG കോഴ്സുകളിലേക്കുള്ള സ്പോർട്സ് കോട്ട പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ ഈ ഒരു അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. സ്പോർട്സ് കോട്ട പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാനായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്പോർട്സ് കോട്ട എന്നുള്ള മെനു ബാറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്പോർട്സ് കോട്ട പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിഷൻ സ്പോർട്സ് കോട്ട വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്പോർട്സ് കോട്ട ഈ ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ പരിശോധിച്ച് നിങ്ങളുടെ ആ ഒരു അതായത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തുള്ള ഡോക്യുമെൻറ്റ്സൊക്കെ അപ്രൂവ്ഡ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിനായിട്ട് അതായത് നിങ്ങളുടെ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീസ് അടച്ച് കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 30-ാം തീയതിയാണ്. അതായത് ജൂലൈ 30-ാം തീയതി മുതൽ 31-ാം തീയതി വരെയാണ്. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സുകൾ ഓഗസ്റ്റ് 1-ാം തീയതി മുതലാണ് ആരംഭിക്കുക. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ മാൻഡേറ്ററി ഫീസ് വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിച്ച് ആ ഒരു ഫീസ് അടക്കേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയും എടുത്തുകൊണ്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചത് ഏത് കോളേജിലാണോ ആ ഒരു കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു അപേക്ഷ നൽകുമ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാവിധ ഡോക്യുമെൻറ്റുകളും നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു അതായത് SC ST OEC വിഭാഗത്തിലുള്ളവർ ആണെങ്കിൽ അതായത് OEC വിഭാഗത്തിൽ ഉള്ളവർ ആണെങ്കിൽ 200 രൂപയാണ് ഫീസ് വരിക. അതുപോലെ മറ്റു കാൻഡിഡേറ്റ്സിന് 1030 രൂപയാണ് ഈ ഒരു ഫീസ് ഇനത്തിൽ വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് നാളെ അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്പോർട്സ് കോട്ട പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റും നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.